കറന്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഒരു സെപ്പറേഷനിലാണെന്ന് തന്നെയാണ് കാണുന്നത്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ ലൈഫിൽ സഫർ ചെയ്തുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു തിരിച്ചു വരവിന് വേണ്ടി അവരുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു സമയത്ത് അവർ എല്ലാ കാര്യങ്ങളും സഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫൗണ്ടേഷൻ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും എന്ന് ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ഈ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഉണ്ടായ കോൺഫ്ലിക്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷൻ്റെ റീസൺ ആയിരിക്കാം ഈ വ്യക്തിയെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മറന്ന് ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് എല്ലാം അവർ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ടും അവർ ശ്രമിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോസിഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അവർക്ക് അതിനെ ഒപ്പോസ് ചെയ്യാനുള്ള ഒരു പവർ ഈ ഒരു സമയത്ത് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അത്രയധികമായിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ഈ റിലേഷൻഷിപ്പിലുണ്ട്. സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു, പക്ഷേ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു പോയ ഒബ്സ്റ്റക്കിൾസും അതുപോലെ ചലഞ്ചിങ് സിറ്റുവേഷൻസും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയെന്നാണ് കാണുന്നത്. പക്ഷേ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളതാണ്. ആ ഒരു പാത്തിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതും. ഓക്കെ, അവർക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ടെലിപ്പതിക്കലി കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ആ വ്യക്തിയുടെ ഫീലിങ്സ് നിങ്ങൾക്കും ഉൾക്കൊള്ളാനും അറിയാനും കഴിയുന്ന ഒരു സാഹചര്യമാണ്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് മാറുമെന്ന് തന്നെയാണ് കാണുന്നത്. ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ളൊരു ഫാമിലി ലൈഫ്, ഹാപ്പി ഫാമിലി ലൈഫ് ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള കുടുംബം, കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷകരമായിട്ടുള്ള ജീവിതം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. Number 4 is significant for this relationship, and also 5 and 7. Okay. യെസ്, ഇപ്പോൾ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പിരിച്വൽ വേയിലേക്കൊക്കെ മൂവ് ചെയ്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരൊരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളുടെയും തടസ്സങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു ബാക്ക് ടു നോർമൽ ആവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഫീലിങ്സ് ആണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. എത്രമാത്രം ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് എങ്കിൽ പോലും അതിനെല്ലാം എതിർത്തുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ ലവ് യു ആസ് യു ആർ. ഓക്കെ, നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി. അത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് ഫോർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് അവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പാസ്റ്റിൽ സംഭവിച്ചു പോയ കാര്യങ്ങളെല്ലാം മറക്കാനും ഒരു പുതിയ ജേർണി ആരംഭിക്കാനും ഈ വ്യക്തി നിങ്ങളോട് പറയുകയാണ്. ആൻഡ് കം ബാക്ക് ഇൻ മൈ ലൈഫ്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ റീഡിങ്ങിൻ്റെ ആ ഒരു ക്ലാരിറ്റി തന്നെയാണ് ഈ വേർഡ്സിലൂടെ നമുക്ക് കിട്ടുന്നത്. അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഓക്കെ, ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു. ഓക്കെ, ട്രൂ ഫീലിങ്സ് ആണ് നമ്മൾ ഇവിടെ
നോക്കുന്നത് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ. ആൻഡ് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഓക്കെ. നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ആൻഡ് വളരെ കണക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് ആണ്. ലെറ്റ്സ് സ്പെൻഡ് സം ടൈം ടുഗദർ. ഓക്കെ. അവർ നിങ്ങളുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയ ആ ഒരു ദിവസത്തെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഐ ആം ട്രൈങ് ടു ഇംപ്രൂവ് മൈസെൽഫ്. ഓക്കെ. അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. എന്ത് സാഹചര്യമായിരുന്നാലും എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട് എന്നവർ പറയുകയാണ്. ആൻഡ് ഐ ഫീൽ ദ സെയിം ഫോർ യു. ഓക്കെ. നിങ്ങൾക്ക് എന്താണ് അവരോട് ഫീൽ ചെയ്യുന്നത് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് അവർക്ക് നിങ്ങളോടുമുള്ളത്. മൈ ലൈഫ് ഈസ് വർത്ത്ലെസ് വിത്തൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിന് പോലും ഒരു മൂല്യമില്ല എന്ന് പറയുകയാണ്. ആൻഡ് ഫൈനലി ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗദർ. ഓക്കെ. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം എന്നും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും. നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രമാത്രം ആ വ്യക്തി നിങ്ങളെ ഇപ്പം മിസ് ചെയ്യുന്നുണ്ടാവും. ഐ നോ ഐ ഹേർട്ട് യു. ഓക്കെ. തീർച്ചയായിട്ടും അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. ആ ഒരു കാര്യം ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ. ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഐ മിസ് യു മിസ് യു മിസ് യു. ഓക്കെ. അത്രമാത്രം മിസ് ഫീലിങ്സ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. ഈ ഒരു സമയത്ത് പോലും, ഈ ഒരു മൊമെന്റിൽ പോലും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു സമയത്തും അവർ നിങ്ങളെ അവരുടെ അരികിൽ ഉണ്ടാവണമെന്ന് പോലും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഗിവ് മീ അനദർ ചാൻസ്. ഓക്കെ. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട്, ഒരു ചാൻസിന്, ഒരു സെക്കൻഡ് ചാൻസിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ. അവർ നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയാണ്. ആൻഡ് വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഐ ഡോണ്ട് വിഷ് ടു ലോസ് യു. ഓക്കെ. നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ നഷ്ടമാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ റിഗ്രറ്റ്. ഓക്കെ. അവർ ചെയ്തു പോയ തെറ്റുകളിലെല്ലാം അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. അവർ നിങ്ങളോട് ചില സത്യങ്ങൾ തുറന്നു പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഡ്രീമിങ് അബൌട്ട് യു ഓൾ ദി ടൈം. എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മാത്രമാണ് അവരുടെ ഉള്ളിലുള്ളത്. ആൻഡ് യു ആർ ഓൾവേസ് വിത്ത് മീ. ഓക്കെ. ഈവൻ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന നിമിഷങ്ങളിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളാണ്, നിങ്ങളോടുള്ള പ്രണയമാണ്. ഓക്കെ.